3 പെണ്ണുങ്ങളും ഒരു ഹൗസ് ബോട്ടും. വെറൈറ്റി അല്ലേ? വാ കണ്ടേച്ചും വരാം. അങ്ങനെ രാവിലെ കറക്റ്റ് 11 മണിക്ക് തന്നെ ഞങ്ങൾ ബോട്ടിനടുത്തെത്തി. ഓണർ മാമൻ ഞങ്ങളെ സ്വീകരിക്കാൻ രാവിലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അന്ന് നല്ല മഴയും അതുപോലെ തന്നെ തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ നടന്ന് നേരെ ബോട്ടിൻ്റെ അടുത്തെത്തി. നിങ്ങൾ വിചാരിച്ച പോലെ ഞാനും വിചാരിച്ച് ഈ കയറിയതാ ഇന്ന് നമ്മൾ പോണ ബോട്ടാണ്. ഇതല്ല ഗൈസ്, ഇതിന്റെ ബാക്കിലത്തെ ബോട്ടാണ് നമ്മുടെ. ഞങ്ങളെ കണ്ടതും കുക്കുമാണ് അകത്തോട്ട് ഒറ്റ ഓട്ടം. അടുപ്പത്ത് എന്തോ ഇരിപ്പുണ്ട്. അതാ ചെന്നപാടെ ഞാൻ അവിടുത്തെ റൂംസ് എല്ലാം തുറന്നു നോക്കി. ഇത് പുതുശ്ശേരി ബാക്ക് വാട്ടേഴ്സിന്റെ 3 BHK ഹൗസ് ബോട്ടാണ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ദേ വന്ന് വെൽക്കം ഡ്രിങ്ക്. ശേഷം മോളിൽ പോയി പുറത്തേക്ക് നോക്കി ഒറ്റ ഇരുത്തായിരുന്നു. ചെത്തുകളില്ലാതെ എന്ത് ഹൗസ് ബോട്ടല്ലേ. പിന്നെ അവിടുന്ന് നേരെ അടുക്കളയിൽ പോയി ഫുഡൊക്കെ ആയോന്ന് നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കി നിൽക്കായിരുന്നു. പിന്നെ അവിടുന്ന് മേലോട്ട് പോയി ഫുഡായെന്ന് പറഞ്ഞപ്പോൾ താഴോട്ട് വന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കലാപരിപാടികൾ തുടങ്ങി. ഇതാണല്ലോ മെയിൻ, ഇതിനാണല്ലോ ഞാൻ പോയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇപ്പോഴും ഇത് കാണുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരികയാണ്. കരിമീൻ്റെ കോലം കണ്ടാലും പേടിക്കണ്ട, ഞാനൊന്ന് വൃത്തിക്ക് തിന്നാൻ ശ്രമിക്കുകയാണ് ഗൈസ്. അതിനുശേഷം പൈനാപ്പിളൂടെ തിന്നിട്ട് ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡടി പരിപാടി ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഗൈസ്. പിന്നെ ഞാൻ മേളിൽ പോയി ഈ ഗ്യാങ്ങിന് റീൽസും എടുത്തു കൊടുത്ത് മഴയും നന്നു പിന്നെയും താഴ്ത്തു വന്നു. ഇതാണ് നമ്മുടെ സ്ട്രാൻഡ് റെജോങ്കിള്. നല്ല മഴയായതുകൊണ്ട് ഞാൻ പിന്നെയും മുകളിൽ പോയി. പിന്നെയും ചായ കുടിക്കാൻ ഞാൻ താഴേക്ക് വന്നിരിക്കുകയാണ്. ചായയും നല്ല അടിപൊളി ഏത്തക്കാപ്പും ഉണ്ടായിരുന്നു ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞ് 5 മണിയോടെ നമ്മൾ അവിടുത്തെ എല്ലാവരോടും ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇത്രയും നല്ലൊരു യാത്രയ്ക്ക് എനിക്ക് വെറും 1000 റുപ്പീസ് ചിലവായുള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്കും ഇതേപോലെ അഫോർഡബിൾ ആയിട്ട് ട്രാവൽ ചെയ്യുന്നത് പ്ലീസ് ഡു കോൺടാക്ട് പുതുശ്ശേരി ബാക്ക് വാട്ടേഴ്സ്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തേക്കാം.